പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ED ഇറങ്ങുകയാണ്. അതും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക താൽപര്യപ്രകാരം, കേരളത്തിലെ CPMന്റെ ആവശ്യപ്രകാരം. അതായത് MLA അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റും ജാമ്യവുമൊക്കെയായി വളരെ വിവാദമായ ഒരു സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പുമായുള്ള വിഷയത്തിൽ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വയനാട്ടിലേക്ക് എത്തുന്നത്. കുരുക്കഴിഞ്ഞു എന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആശ്വാസം കൊള്ളാൻ തുടങ്ങുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി എത്തുന്നത്. അങ്ങനെയൊക്കെ പറയാൻ മടിയുണ്ടെങ്കിലും കരുവന്നൂരിൽ വന്ന് വെറുതെ പോയ ED ചിലപ്പോൾ വയനാട്ടിൽ വല്ലതും അത്ഭുതങ്ങൾ കാണിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധികളായി ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായി മാറിയ വയനാട്, ഈ രാജ്യം തന്നെ ആവേശത്തോടെ നോക്കി നിൽക്കുന്ന വയനാട് എന്നൊരു മണ്ഡലത്തിലേക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എത്തുന്നതിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട് എന്നാണ് കരുതുന്നത്. നമുക്കറിയാം DCC ട്രഷറർ NM വിജയന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും ആത്മഹത്യയോടുകൂടിയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പും കോഴ വിവാദങ്ങളും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച തുക ബാങ്ക് നിയമനങ്ങളിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും അത് സാധിക്കാതെ വന്നതാണ് നേതാക്കൾക്ക് NM വിജയൻ എഴുതിയ കത്തിൽ താൻ മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നത്. കത്തുകളും ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നതോടുകൂടിയാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിനൊപ്പം KPCC നേതൃത്വവും പ്രതിക്കൂട്ടിലായ തരത്തിൽ ഈ വിഷയം മാറിയത്. CPMും BJPയും കോൺഗ്രസിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഈ സംഭവത്തെ മാറ്റുന്നതും നമ്മൾ കണ്ടു. CPM ഒരു MLAയെ ലക്ഷ്യം വെച്ചാണ് യുദ്ധം ചെയ്യാനൊരുങ്ങിയത്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലേക്കാണ് EDയെ കൊണ്ടുവരുന്നത് എന്നവർ പറയുകയാണിപ്പോൾ. പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിയതോടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി IC ബാലകൃഷ്ണൻ MLA, അതുപോലെ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തു. അറസ്റ്റ് ചെയ്യുകയും അതുപോലെ ജാമ്യം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അത് കേരള നിയമസഭയിൽ ആളിക്കത്തിക്കാമെന്നുള്ളൊരു പൂതി CPMന്റെ മനസ്സിലുമുണ്ടായിരുന്നു. പക്ഷേ മുൻകൂർ ജാമ്യമൊക്കെ ലഭിച്ച MLA വളരെ ലളിതമായ രീതിയിൽ തന്നെ സഭയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഇവരൊക്കെ തന്നെ വീണ്ടും EDയുടെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം നൽകേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഉണ്ടായാൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ മിക്കവാറും കോൺഗ്രസ് നേതാക്കളെ മുൾമുനയിൽ നിർത്താനാകും എന്ന ഒരു കേസായി ഇത് മാറും. അത് BJPക്കും ചില ഗുണങ്ങൾ ലഭിക്കാം. പൊതുപരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങിയ MLAക്കെതിരെ കഴിഞ്ഞ ദിവസം കരിങ്കൊടി പ്രതിഷേധവുമായി DYFIയും CPMും രംഗത്തെത്തുന്നതും വലിയ സംഘർഷത്തിലേക്ക് അത് നയിക്കുന്നതും നമ്മൾ കണ്ടു. ഇതോടെ കേസിന് രാഷ്ട്രീയ പ്രാധാന്യമേറിയതിനൊപ്പം ED കൂടിയെത്തുന്നത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ആ ED വരുന്നത് CPMന്റെയും കൂടി താല്പര്യത്തോടു കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടെങ്കിലും അന്വേഷണം തുടരുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിജിലൻസ് നടത്തുന്ന അന്വേഷണവും അങ്ങനെ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ബത്തേരിയിലെ 3 എണ്ണമടക്കം ജില്ലയിലെ 5 സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പുകളിൽ സഹകരണ വകുപ്പും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഏതായാലും നമുക്കറിയാം, തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ 200-300 കോടി മുക്കിയതായി നന്നായി കണ്ടെത്തിയിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ED എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPMന്റെ വാലും പിടിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തെ ലക്ഷ്യമാക്കി ഇപ്പോൾ വരുന്നത്.